ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. ഇന്ന് ഒരുപാട് സ്ത്രീകൾ കാർ ഡ്രൈവിംഗ് പഠിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പല ആൾക്കാരും ലൈസൻസ് എടുത്തതിന് ശേഷം വാഹനം ഓടിക്കാത്ത ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ളവർക്ക് നിങ്ങൾക്ക് സ്വയമായിട്ട് മറ്റാരുടെയും സഹായമില്ലാതെ കാറ് എങ്ങനെ നന്നായിട്ട് ഓടിക്കാം, കാർ ഡ്രൈവിങ്ങിൽ എങ്ങനെ എക്സ്പേർട്ട് ആകാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വയമായിട്ട് നിങ്ങൾക്ക് കാർ ഓടിക്കാനായിട്ട് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾ മിസ് ചെയ്യാതെ പൂർണ്ണമായിട്ട് കാണുക. ഞാൻ കൃത്യമായിട്ടും വണ്ടി ഓടിച്ച് കാണിച്ചു തരുന്ന കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്ക് കാർ ഡ്രൈവിങ്ങിൽ എക്സ്പേർട്ട് ആകണമെന്നുണ്ടെങ്കിൽ, ഒരാളുടെ സഹായമില്ലാതെ വണ്ടി ഓടിക്കണമെന്നുണ്ടെങ്കിൽ, കാർ ഡ്രൈവിങ്ങിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ഡ്രൈവിങ്ങിൽ ഇംപ്രൂവ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കണം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. ഒപ്പം തന്നെ സൈഡിലുള്ള ബെൽ ഐക്കണിൽ ഓൾ അമർത്തുക. നിങ്ങൾക്ക് വീഡിയോയെക്കുറിച്ച് കൂടുതൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തിയേക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം, അപകടങ്ങൾ ഒഴിവാക്കാനായിട്ടാണ് നിങ്ങളുമായിട്ട് ഈ ഒരു കാര്യം ഞാൻ ഷെയർ ചെയ്യുന്നത്. അതായത് വളരെ സത്യസന്ധമായിട്ടാണ് ഷെയർ ചെയ്യുന്നത്. അതായത് നിങ്ങൾക്കൊരു കാറ് ഓടിക്കണമെന്നുണ്ടെങ്കിൽ ലൈസൻസ് ഒക്കെ എടുത്തതിന് ശേഷം ബേസിക് ഐഡിയ ഉണ്ടെങ്കിൽ പിന്നീട് തനിയെ വണ്ടി ഓടിച്ചെങ്കിൽ മാത്രമേ ഏതൊരാളും ഡ്രൈവിങ്ങിൽ എക്സ്പേർട്ട് ആവുള്ളൂ. എല്ലാവരും അങ്ങനെ തന്നെയാണ് വണ്ടി ഓടിച്ചാകുന്നത്. കുറച്ച് ഐഡിയ കിട്ടുന്നു, പിന്നീട് തനിയെ ഓടിച്ചാണ് എല്ലാവരും ആകുന്നത്. എന്നാൽ പോലും നമ്മുടെ ഈ ഒരു ചാനലിൽ ഒരുപാട് പേര് വാഹനം പഠിക്കുന്നത് സംബന്ധിച്ച ഒരുപാട് വീഡിയോകൾ നമ്മുടെ ചാനലിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് ബേസിക് ഐഡിയ ഇല്ലാത്തവർ അല്ലെങ്കിൽ തീർത്തും ബുദ്ധിമുട്ടുള്ളവർ ഒരു കാരണവശാലും ഈ വീഡിയോ കണ്ടിട്ട് തനിയെ നിങ്ങൾ ഓടിക്കരുത്. നിങ്ങൾ കൃത്യമായിട്ട് വണ്ടി ഓടിക്കുന്ന ഒരാളെ കൂട്ടത്തിലിരുത്തണം. കാരണം ഈ ഒരു കാര്യം പറയേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. അപകടങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്ക് ബേസിക് ഒക്കെ ഐഡിയ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ഒരു വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ ഏറ്റവും ആത്മവിശ്വാസത്തോടെ സ്വയമായിട്ട് ആരുടെയും സഹായമില്ലാതെ വണ്ടി ഓടിക്കാനായിട്ടുള്ള മെത്തേഡ് ഇപ്പോൾ നിങ്ങളെ ഞാൻ ഡ്രൈവ് ചെയ്ത് കാണിക്കാം. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ഒപ്പം നിങ്ങൾ ഡ്രൈവിംഗ് തുടങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം. അതായത് നിങ്ങൾക്ക് ഡ്രൈവിങ്ങിനെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടായിരിക്കും. എന്നാൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് സ്വയമായിട്ട് ഓടിക്കാനായിട്ട് ഉള്ള ഒരു ധൈര്യമില്ല, അല്ലെങ്കിൽ ഓടിക്കുമ്പോൾ മിസ്റ്റേക്കുകൾ വരുന്നു. അപ്പോൾ നിങ്ങൾ ഇതിനാദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ചില ആൾക്കാരൊക്കെ ലൈസൻസ് എടുത്തതിന് ശേഷം പതിയെ സ്വന്തമായിട്ട് വാഹനം ഓടിച്ചു തുടങ്ങുന്നു. ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചു, ലൈസൻസ് എടുത്തു, എന്നിട്ട് വണ്ടി ഓടിച്ചു തുടങ്ങുന്ന സമയത്ത് ബേസിക് ഐഡിയകൾ മാത്രമേ ഉള്ളൂ. കുറേയധികം സമയത്തിന് ശേഷം പിന്നീട് നിങ്ങൾ അവരെ കാണുമ്പോൾ അവർ ഏറ്റവും നന്നായിട്ട് വണ്ടി ഓടിക്കുന്നതും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെയാണ് ഒരാൾ ഡ്രൈവിങ്ങിൽ എക്സ്പേർട്ട് ആകുന്നത്. ഇതെന്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാനായിട്ടുള്ള ബേസിക് ഐഡിയകൾ ഉണ്ടാവും. എങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്യണം, എങ്ങനെ നിർത്തണം, ഗിയർ എങ്ങനെ മാറണം, ഇതിനെക്കുറിച്ചൊക്കെ ഒരു ധാരണ ഉണ്ടായിരിക്കും. പക്ഷെങ്കിൽ നിങ്ങൾക്ക് ഇത് കൃത്യമായിട്ടും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇത് എങ്ങനെ പ്രാക്ടീസ് ചെയ്യണമെന്ന് പല ആൾക്കാർക്കും ധാരണയില്ല. ഇതുകൊണ്ടാണ് നിങ്ങൾക്ക് സ്വയമായിട്ട് കാർ ഓടിക്കാൻ കഴിയാത്തത്. അത് നിങ്ങളെ ഞാൻ കൃത്യമായിട്ട് ഇപ്പോൾ ഡ്രൈവ് ചെയ്ത് കാണിക്കാൻ. ഞാൻ ഡ്രൈവ് ചെയ്യുന്ന മെത്തേഡിൽ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഇതിന് നിങ്ങൾ ആദ്യമായിട്ട് ഇമ്പോർട്ടൻ്റ് നൽകേണ്ടത് സ്റ്റിയറിംഗ് കൺട്രോളിനാണ്. ഓർത്തിരിക്കുക, സ്റ്റിയറിംഗ് കൺട്രോളിന് കൂടുതൽ പ്രാധാന്യം നൽകുക. ഇനി രണ്ടാമത് നിങ്ങൾ പ്രധാനമായിട്ടും ഇമ്പോർട്ടൻ്റ് നൽകേണ്ടത് വാഹനത്തിൻ്റെ ക്ലച്ച്, ബ്രേക്ക്, ആക്സിലറേഷൻ്റെ കൺട്രോളിങ്ങിനാണ്. ഓക്കെ, ഇനി മൂന്നാമത് നിങ്ങൾ പ്രാധാന്യം നൽകേണ്ടത് ഗിയർ ഷിഫ്റ്റിങ്ങിനാണ്. ഓക്കെ, ഇനി ഞാൻ അത് നിങ്ങളെ കൃത്യമായിട്ട് കാണിച്ചു തരാം. ഇപ്പം ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. എൻ്റെ കാല് ബ്രേക്കിലേക്ക് വരുന്നു, ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിക്കുന്നു, വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, എപ്പോഴും ഇങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. ബ്രേക്കിൽ കാല് വന്ന് ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിച്ച വണ്ടി സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. ഈ പോയിന്റ് കൃത്യമായിട്ട് ഓർക്കുക. ഇത് തെറ്റ് വരുത്താതിരിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇപ്പം ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് പ്രോപ്പറായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുകയാണ്. ഓക്കെ, ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ടു. ഹാൻഡ് ബ്രേക്ക് ഞാൻ ഓഫ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്കും ബേസിക് ആയിട്ട് അറിയാമല്ലോ. ഇനി വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ പറഞ്ഞല്ലോ, സ്റ്റിയറിംഗ് കൺട്രോളിന് ആദ്യം പ്രാധാന്യം നൽകുക, രണ്ടാമത് ക്ലച്ച്, ബ്രേക്ക്, ആക്സിലറേഷൻ കൺട്രോളിന് പ്രാധാന്യം നൽകുക, മൂന്നാമത് ഗിയർ ഷിഫ്റ്റിങ്ങിന് പ്രാധാന്യം നൽകുക. ഇപ്പം ഞാനത് നിങ്ങളെ കാണിക്കാം. ഇവിടെ ഞാൻ ആദ്യം സ്റ്റിയറിംഗ് കൺട്രോളിന് പ്രാധാന്യം നൽകി ഇപ്പോൾ വണ്ടി റൈറ്റ് സൈഡിലേക്ക് എടുക്കാൻ പോവുകയാണ്. ഓക്കെ, അതിന് ഞാൻ റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ട് കൊടുക്കുന്നു. ഓക്കെ, അതിനുശേഷം ഞാൻ എന്താണ് ചെയ്യുന്നത്, സ്റ്റിയറിംഗ് കൺട്രോളിന് ആദ്യം പ്രാധാന്യം നൽകുന്നു. റൈറ്റ് സൈഡിലേക്കാണ് എനിക്ക് തിരിയേണ്ടത്. റൈറ്റ് സൈഡിലേക്ക് ഞാൻ സ്റ്റിയറിംഗ്
സ്റ്റിയറിംഗ് ഒടിച്ചു കൊടുക്കുന്നു. നിങ്ങൾ നോക്കുക, റൈറ്റ് സൈഡിലേക്ക് ഞാൻ സ്റ്റിയറിംഗ് ഒടിച്ചു കൊടുത്തു. എന്നിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പ് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത് എന്താണ്? ബ്രേക്കിൽ നിന്ന് അയച്ചു കൊടുക്കുക. അതായത് ഫുഡ് പെഡലിൻ്റെ കൺട്രോളിങ്. ബ്രേക്കിൽ നിന്ന് അയച്ചു കൊടുത്ത് വണ്ടി ഇതേ പതിയെ ഇങ്ങോട്ട് ഇറങ്ങി. ചെറിയൊരു ഇറക്കത്താണ് നമ്മുടെ വണ്ടി കിടന്ന് ഇങ്ങോട്ട് ഇറങ്ങി. ഇനി വീണ്ടും ഞാൻ എടുക്കാനായിട്ട് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ പെഡലിലേക്ക് വരുന്നു. ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്ത് പതിയെ വണ്ടി മൂവ് ആക്കുന്നു. എന്നിട്ട് ഇതേ കൂടുതൽ സ്റ്റിയറിംഗ് കൺട്രോളിന് പ്രാധാന്യം നൽകുന്നു. നിങ്ങൾ നോക്കുക, കൂടുതൽ കൺട്രോൾ, നമ്മൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നത് എന്തിനാണ്? സ്റ്റിയറിംഗ് കൺട്രോളിന്. ഇപ്പം ഞാൻ പോകുന്ന ഗിയർ നോക്കുക, ഫസ്റ്റ് ഗിയർ. അപ്പം നിങ്ങൾക്ക് ഓടിക്കാൻ കഴിയുന്നത് ഫസ്റ്റ് ഗിയറിലേ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ നിങ്ങൾ ഓടിക്കുക. നിങ്ങൾക്ക് എപ്പോഴാണ് അടുത്ത ഒരു ഗിയർ ഇടാനായിട്ടുള്ള കോൺഫിഡൻറ്റ് വരുന്നത് അപ്പോൾ മാത്രം അടുത്ത ഗിയർ ചേഞ്ച് ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ തനിയെ ആദ്യം വണ്ടി എടുത്തു തുടങ്ങുക. ഓക്കെ, ഇപ്പം ഞാൻ ഇങ്ങനെ ഫസ്റ്റ് ഗിയറിലെടുത്തു. ഇനി നിങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസം ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് ഇങ്ങനെ വണ്ടി എടുത്തിട്ട് സൈഡിലേക്കൊന്ന് ഒതുക്കി നിർത്തുക. ഒതുക്കി നിർത്തിയിട്ട് വീണ്ടും എടുക്കുക. അപ്പം വണ്ടി നമ്മൾ ഇങ്ങനെ ഫസ്റ്റ് ഗിയറിലെടുത്താൽ വീണ്ടും നമുക്ക് വണ്ടി നിർത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ക്ലച്ച് ഫുൾ അങ്ങ് ചവിട്ടി പിടിക്കുക. എന്നിട്ട് ബ്രേക്കിലേക്ക് വന്ന് സ്റ്റിയറിംഗ് കൺട്രോളിന് പ്രാധാന്യം നൽകിക്കൊണ്ടിതേ നമ്മളിവിടെ വണ്ടി ഒതുക്കുന്നു. ഓക്കെ, അപ്പം നമ്മൾ വണ്ടി എടുത്തു, വീണ്ടും വണ്ടി നിർത്തുന്നു. ഇനി വീണ്ടും നിങ്ങൾ വണ്ടി ഒന്നും കൂടെ എടുത്തു നോക്കുക. ഓക്കെ, അപ്പം ഞാൻ ആദ്യം സ്റ്റിയറിംഗ് കൺട്രോളിന് പ്രാധാന്യം കൊടുക്കുന്നു. എന്നിട്ട് ക്ലച്ചിൽ നിന്ന് ബ്രേക്കിൽ നിന്ന് റിലീസ് ചെയ്ത് ആക്സിലറേഷൻ പെഡലിലേക്ക് വരുന്നു. ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വണ്ടി നീങ്ങുന്ന ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് എൻ്റെ ഇടത്തേക്കാല് അയഞ്ഞു വരുന്നു. പതിയെ ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് ഞാൻ വണ്ടി എടുക്കുന്നു. എന്നിട്ട് വണ്ടി വീണ്ടും ഒന്ന് നിർത്തി നോക്കുക. ക്ലച്ച് ചവിട്ടുന്നു, ബ്രേക്കിലേക്ക് വരുന്നു. ഇങ്ങനെ നിങ്ങൾ കുറച്ച് വണ്ടി എടുക്കുകയും നിർത്തുകയും ചെയ്യുക. ഓക്കെ, ഇതാണ് ആദ്യത്തെ ഒരു പോയിന്റ്. എന്നിട്ട് നമ്മൾ കുറച്ച് ദൂരം ഫസ്റ്റ് ഗിയറിൽ ഇങ്ങനെ തന്നെ ഓടിച്ചു പോകുക. അപ്പം നമ്മളിവിടെ കൂടുതൽ സ്റ്റിയറിംഗ് കൺട്രോളിന് പ്രാധാന്യം നൽകുന്നത് കൊണ്ട് നമ്മുടെ വണ്ടി കൂടുതൽ സെൻറ്ററിലേക്കോ നമ്മുടെ വണ്ടി റൈറ്റ് സൈഡിലേക്കോ നടുഭാഗത്തേക്കോ പോകത്തില്ല. നമുക്ക് പ്രോപ്പറായിട്ട് ഇങ്ങനെ ഓടിക്കാൻ കഴിയും. ഇങ്ങനെ ഓടിച്ചു പോകുന്ന സമയത്ത് ഇനി നിങ്ങൾ സെക്കൻഡ് ഗിയർ ഇടേണ്ടത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു റോഡ് സ്ട്രെയിറ്റ് ആകുന്ന സാഹചര്യത്തിൽ മറ്റു വണ്ടികളില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? സെക്കൻഡ് ഗിയർ ഇടുമ്പോഴും കൂടുതൽ സ്റ്റിയറിംഗ് കൺട്രോളിന് പ്രാധാന്യം നൽകണം. അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ഈ കൈ എടുത്തിട്ട് സ്റ്റിയറിംഗ് വീലിൻ്റെ മേളിൽ വെക്കുക. ദേ ഇങ്ങനെ നിങ്ങൾ ബാലൻസ് ചെയ്യുക. ഇങ്ങനെ ബാലൻസ് ചെയ്ത് നോക്കുക. ഒരു റോഡ് സ്ട്രെയിറ്റ് ആകുമ്പോൾ ഇങ്ങനെ ഒരു കൈ കൊണ്ട് നിങ്ങൾ ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ക്ലച്ച് ചവിട്ടിയിട്ട് അടുത്തൊരു ഗിയറിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. ഞാനത് നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പോൾ ഒരു ജംഗ്ഷന് വന്നു, ഞാൻ ഇവിടെ ചവിട്ടി ക്ലച്ചും ബ്രേക്കും ചവിട്ടി നിർത്തുന്നു. സ്റ്റിയറിംഗ് കൺട്രോളിന് പ്രാധാന്യം നൽകി ഫസ്റ്റ് ഗിയറിൽ തന്നെ ഇങ്ങനെ വരുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? വീണ്ടും സ്റ്റിയറിംഗ് കൺട്രോളിന് പ്രാധാന്യം നൽകി നമ്മളിതേ ഇങ്ങനെ ഇറങ്ങി വരികയാണ്. ഫസ്റ്റ് ഗിയറിൽ ഇതേ പ്രോപ്പറായിട്ട് നമ്മളിങ്ങനെ ഇറങ്ങി വരുന്നു. എന്നിട്ട് റോഡ് സ്ട്രെയിറ്റ് ആയി. ആ സമയത്ത് ഞാൻ കൈ എടുത്ത് ഇവിടെ വെച്ച് ഒരു കൈ കൊണ്ട് സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ആക്സിലറേഷൻ കുറയ്ക്കുന്നു. സ്റ്റിയറിംഗ് കൺട്രോളിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് എൻ്റെ നോട്ടം റോഡിലാണ് പോകുന്നത്. എന്നിട്ട് ക്ലച്ച് പിടിക്കുന്നു, സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുന്നു. വീണ്ടും രണ്ട് കൈയും സ്റ്റിയറിംഗിലേക്ക് വരിക. കൂടുതൽ പ്രാധാന്യം സ്റ്റിയറിംഗ് കൺട്രോളിന് നൽകുക. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് വണ്ടി തെറ്റാതെ ഓടിക്കാനായിട്ട് കഴിയും. അപ്പോൾ ഈ സ്റ്റെപ്പ് നിങ്ങൾ കൃത്യമായിട്ട് ഡ്രൈവിങ്ങിൽ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, ഇനി അടുത്തൊരു ഗിയർ ഇടുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, തേർഡ് ഗിയർ ഇടുമ്പോൾ നല്ല സ്ട്രെയിറ്റ് റോഡിൽ ഇടുക. ഇടാനായിട്ട് നിങ്ങൾ ശ്രമിക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഓപ്പോസിറ്റ് മറ്റു വണ്ടികളില്ല, റോഡ് ഇതുപോലെ സ്ട്രെയിറ്റ് ആണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം കൈ എടുത്തത് ഇതുപോലെ സ്റ്റിയറിംഗ് വീലിൻ്റെ മേളിൽ വെച്ച് ഇങ്ങനെ ബാലൻസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം? ക്ലച്ച് പിടിക്കുക, തേർഡ് ഗിയറിലേക്ക് ഇടുക, ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുക. എന്നിട്ട് രണ്ട് കൈയും സ്റ്റിയറിംഗ് വീലിൽ വെക്കുക. എന്നിട്ട് സ്റ്റിയറിംഗ് കൺട്രോളിന് പ്രാധാന്യം നൽകുക. രണ്ടാമത് എന്ത് ചെയ്യണം? ആക്സിലറേഷനും കൺട്രോളിന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കണം. കണ്ടോ, ഇപ്പോൾ ഇങ്ങനെ പോവാണ്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ഞാൻ പറയാം. നിങ്ങൾക്ക് ഇങ്ങനെ ഓടിച്ചു പോകുമ്പോഴും ഒരു പരിധിക്കപ്പുറം വണ്ടിയുടെ സ്പീഡ് കൂടുന്നു. ആക്സിലറേഷൻ്റെ കൺട്രോളിങ് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, എപ്പോഴും നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന ഒരു വേഗതയിലേക്ക് വാഹനത്തിൻ്റെ വേഗത കുറയ്ക്കാനായിട്ട് നിങ്ങൾ ആക്സിലറേഷൻ പരമാവധി കുറച്ച് കൊടുക്കാനായിട്ട് ശ്രമിക്കണം. ഇപ്പം നിങ്ങൾ നോക്കിയാൽ ഞാൻ തേർഡിൽ നിന്ന് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പം നമ്മുടെ വണ്ടി പോകുന്ന ഏകദേശം ഒരു 20 കിലോമീറ്റർ വേഗതയാണ്. ഇതൊരു നോർമൽ വേഗതയാണ്. അപ്പോൾ ഈ ഒരു വേഗത നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഓടിക്കുക. ഒരു പരിധിക്കപ്പുറം ആക്സിലറേഷൻ കൊടുക്കാതിരിക്കുക. ആക്സിലറേഷൻ നമ്മൾ കൊടുക്കുമ്പോഴാണ് വണ്ടിയുടെ വേഗത കൂടുന്നത്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് സ്റ്റിയറിംഗ് കൂടുതലായിട്ട് തിരിക്കേണ്ടതായിട്ട് വരും. നമ്മൾ തിരിക്കുന്ന സമയത്ത് പ്രോപ്പർ ബാലൻസ് നമുക്ക് സ്റ്റിയറിംഗിൽ കിട്ടത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ആക്സിലറേഷൻ കൺട്രോൾ ചെയ്യുമ്പോൾ പതിയെ ആക്സിലറേഷൻ കൊടുത്തിട്ട് ഇതുപോലെ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്ത് ഓടിക്കുക. ഒരു 20-25 കിലോമീറ്റർ വേഗത ബാലൻസ് ചെയ്ത് നിങ്ങൾ ആദ്യം വണ്ടി ഓടിക്കുക. ഇപ്പോൾ നിങ്ങൾ നോക്കിയേ, റോഡ് അത്യാവശ്യം സ്ട്രെയിറ്റ് ആയപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ക്ലച്ച് പിടിക്കുന്നു, ഒരു കൈ കൊണ്ട് ഇങ്ങനെ ബാലൻസ് ചെയ്തു, തേർഡ് ഗിയറിലേക്ക് ഇട്ടു. കണ്ടോ, ഇപ്പോൾ തേർഡ് ഗിയറിലാണ് നമ്മുടെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ,
അപ്പം നമ്മളിത് ഈ ഒരു മെത്തേഡ് അനുസരിച്ച് നിങ്ങൾ സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യുക. ഇനി നമ്മൾ എവിടെയാണ് ഫോർത്ത് ഗിയർ കൊടുക്കുന്നത്, നിങ്ങൾ അതും കൂടെ ഒന്ന് കാണുക. ഫോർത്ത് ഗിയർ കൊടുക്കുന്ന സാഹചര്യം നല്ല സ്ട്രെയിറ്റ് റോഡിലായിരിക്കണം. അപ്പോൾ അവിടെ നിങ്ങൾ ഗിയർ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കൈ എടുത്ത് ഇവിടെ വെക്കുക, എന്നിട്ട് സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്തുകൊണ്ട് ഫോർത്ത് ഗിയറിലേക്ക് ഇടുക. നിങ്ങൾ നോക്കുക, ഞാൻ കറക്റ്റായിട്ട് സ്റ്റിയറിംഗ് ബാലൻസ് ഒരു കൈ കൊണ്ട് ചെയ്യുന്നു, എന്നിട്ട് ക്ലച്ച് പിടിക്കുന്നു, ഫോർത്ത് ഗിയറിലേക്ക് ഇടുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ആയിരിക്കണം നിങ്ങൾ ഡ്രൈവ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നിങ്ങളുമായിട്ട് മറ്റൊരു കാര്യം ഞാൻ ഷെയർ ചെയ്യാം. നിങ്ങൾ ഓടിക്കുന്ന സമയത്ത് മറ്റൊരാൾ ഓടിക്കുന്നതുമായിട്ട് നിങ്ങളെ താരതമ്യം ചെയ്യാൻ പാടില്ല. ഓക്കെ, നിങ്ങൾക്ക് വണ്ടി ഓടിക്കുമ്പോൾ ഫസ്റ്റ് സെക്കൻഡ് 3 ഗിയറേ ഇടാൻ കഴിയൂ. അങ്ങനെ ഓടിക്കാനായിട്ടുള്ള ഒരു ആത്മവിശ്വാസമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നതെങ്കിൽ അങ്ങനെ മാത്രം ഓടിക്കുക. അതായത് നിങ്ങളുടെ ഐഡിയൽ ഓടിക്കുക. നമ്മൾ എന്നാണേലും വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് ഒരു ഫസ്റ്റും സെക്കൻഡും ഒക്കെ കൊടുത്തു പോയാലും നമുക്ക് വണ്ടി ഓടിച്ചു പോകാൻ കഴിയും. അങ്ങനെ തന്നെ നിങ്ങൾ കുറേയധികം ദൂരം ഓടിക്കുക, ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ഗുണമെന്ന് പറയുന്നത് ഓരോ ദിവസം കഴിയുമ്പോഴും നിങ്ങൾക്ക് സ്വയമായിട്ട് ഓടിക്കുന്നതിലൂടെ ഒരുപാട് മിസ്റ്റേക്കുകൾ സ്വയമായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. ഓരോ ദിവസം കഴിയുമ്പോഴും നിങ്ങളുടെ ഡ്രൈവിംഗ് ഇമ്പ്രൂവ് ആവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് പറ്റാവുന്ന ഗിയറിൽ നിങ്ങൾ വണ്ടി ഓടിക്കുക. നിങ്ങൾക്കിപ്പോൾ സെക്കൻഡ് വരെ ഇട്ട് പോകാൻ പറ്റുള്ളൂ, അങ്ങനെ തന്നെ നിങ്ങൾ ഓടിക്കുക. കുറച്ച് ദൂരമൊക്കെ ഓടിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നുന്നു എന്നാൽ അടുത്തൊരു ഗിയറും കൂടി ഇട്ട് കൊടുത്താൽ, ഇപ്പോൾ ഇങ്ങനെ സെക്കൻഡ് ഞാൻ ഇറങ്ങി വരുന്നു, റോഡ് സ്ട്രൈറ്റായി, ഒന്ന് ഇട്ട് കൊടുത്താലോ എന്ന് തോന്നിക്കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്തിട്ട് ക്ലച്ച് പിടിച്ച് തേർഡ് ഇട്ട് കൊടുക്കുക, എന്നിട്ട് ഓടിച്ച് നോക്കുക. ഓടിച്ച് നോക്കുമ്പോൾ നമുക്കിത് ഇതുപോലെ ഈസി ആയിട്ട് ഓടിക്കാം. ഇനി ഇങ്ങനെ ഓടിച്ചു പോകുന്ന സമയത്തും മുന്നിലൊരു കയറ്റം കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, താഴേന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടിട്ട് കയറ്റം അങ്ങ് കയറാനായിട്ട് ശ്രമിക്കണം. അതായത് മുന്നിലൊരു കയറ്റം, കുത്തനെയുള്ള ഒരു കയറ്റം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സെക്കൻഡിന് പകരം വീണ്ടും ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുക. അതായത് അഡ്വാൻസ് ഗിയർ ഡൗൺ ചെയ്യുക. നമ്മൾ വണ്ടി മുന്നോട്ട് ഓടിച്ച് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് 3 ഗിയർ ഇടാൻ പറ്റത്തുള്ളൂ ഒരു സ്ട്രൈറ്റ് റോഡിൽ. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് 3 ഇടാൻ പറ്റുള്ളെങ്കിൽ 3 ഇടുക. ഇട്ടിട്ട് മുന്നോട്ട് ഓടിച്ചു പോകുന്ന സമയത്ത് മുന്നിലായിട്ട് ഒരു കയറ്റം കണ്ടു. അപ്പോൾ എന്ത് ചെയ്യണം, ആ കയറ്റത്തിൻ്റെ നടുവിലെത്താതെ താഴത്തെ നേരത്തെ തന്നെ തേടിയെന്ന് സെക്കൻഡ് അങ്ങ് ഇട്ട് കൊടുത്തേക്കുക. വണ്ടി ഇച്ചിരി പിടിച്ചൊക്കെ പോകും, അത് കാര്യമാക്കണം. സെക്കൻഡ് ഇട്ട് പോവുക. എന്നിട്ട് കയറ്റത്തിനോട് അടുത്ത് വരുമ്പോൾ കയറ്റത്തിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ വീണ്ടും ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് താഴേന്ന് കയറ്റം കയറാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടില്ലാതെ വണ്ടി ഓടിച്ച് കയറാനായിട്ട് കഴിയുന്നതാണ്. അപ്പം ഈ കാര്യങ്ങൾ നിങ്ങൾ ഇതുപോലെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ഓടിക്കുന്ന സമയത്ത് കൂടുതൽ ആത്മവിശ്വാസം കിട്ടാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നന്നായിട്ട് വാഹനം ഓടിക്കുന്ന ഒരാളെ കൂട്ടത്തിലിരുത്തുക. ആളെ സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് നിങ്ങളെ വഴക്ക് പറയുന്ന ഒരാളായിരിക്കരുത്. അതായത് വളരെ കംഫർട്ടായിട്ട് സമാധാനമായിട്ട് നിങ്ങളെ അടുത്തിരുന്ന് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരാളായിരിക്കണം. അതുപോലെ തന്നെ എപ്പോഴും നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്ന ഒരാളുമാകരുത്. അങ്ങനെയും വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡ്രൈവിംഗ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. കാരണം ഡ്രൈവിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വയമായിട്ടുള്ള ഐഡിയൽ പോകേണ്ട ഒരു കാര്യമാണ്. അപ്പം നമുക്ക് വളരെ കംഫർട്ടായിട്ടുള്ള ഒരാൾ കൂട്ടത്തിൽ ഇരുത്തിക്കൊണ്ട് നമ്മൾ വണ്ടി ഓടിക്കുക. അവരുടെ അത്യാവശ്യ നിർദ്ദേശങ്ങൾ മാത്രം, ഉദാഹരണം പറയാം, ഒരു കയറ്റത്ത് നമുക്ക് വണ്ടി നിന്ന് പോയിട്ട് എടുക്കേണ്ട സാഹചര്യം, അല്ലെങ്കിൽ ഒരു തിരക്ക് റോഡിൽ നമ്മുടെ വണ്ടി നിന്നുപോയി, അവിടെ നമുക്ക് എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നു, നമുക്ക് പറ്റുന്നില്ല. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അവരുടെ സഹായം തേടുക. അല്ലാത്ത സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യണം, നിങ്ങൾ തനിയെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എക്സ്പേർട്ട് ആകാനായിട്ടും കഴിയത്തുള്ളൂ. അതുപോലെ തന്നെ സ്വയമായിട്ട് നിങ്ങളുടെ മിസ്റ്റേക്കുകൾ തിരുത്തി ഓടിക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഞാൻ വീഡിയോ തുടങ്ങിയ സമയത്ത് നിങ്ങളോട് പറഞ്ഞ ഒരു കാര്യമാണ്, ലൈസൻസ് ഒക്കെ എടുത്തിട്ട് ചില ആൾക്കാർ സ്വയമായിട്ട് വണ്ടി ഓടിക്കുന്നവരുണ്ടല്ലോ, അവരെങ്ങനെയാണ് ഓടിക്കുന്നത്? ഓടിക്കുന്നത് ഇതുപോലെ തന്നെയാണ്. ഇപ്പം ഞാൻ പറഞ്ഞ മെത്തേഡ് അനുസരിച്ചാണ്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് 3 ഗിയർ ആയിരിക്കും ഇടുന്നത്. ഓടിച്ചു പോകുന്ന സമയത്ത് മിസ്റ്റേക്കുകൾ വരും. പക്ഷെങ്കിൽ ആ മിസ്റ്റേക്കുകൾ ഓരോ ദിവസം കഴിയുമ്പോഴും ഇവർക്ക് മാറിക്കിട്ടും. കാരണം ഇവരെന്താണ്, വണ്ടി ഓടിക്കാനായിട്ടുള്ള ഒരു കാര്യം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അവർക്കത് മാറിക്കിട്ടുന്നത്. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഇത് സ്വയമായിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് സ്റ്റിയറിംഗ് കൺട്രോൾ തന്നെയാണ്. സ്റ്റിയറിംഗ് കൺട്രോൾ നിങ്ങളുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. നിങ്ങൾക്ക് പിന്നെ അത്യാവശ്യം ബേസിക് ഐഡിയ ഉള്ളതെങ്കിൽ പോലും നിങ്ങൾക്ക് സ്വയമായിട്ട് ആരുടെയും സഹായമില്ലാതെ വണ്ടി ഓടിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു അറിവുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.